പിന്നെ നിങ്ങൾ ഈ യൂസ്ഡ് കാർ എടുക്കുന്നവർക്കുണ്ടല്ലോ, ഈ എഞ്ചിൻ റൂം ഒന്നും ആരും തുറന്ന് കാണിച്ചു തരികയില്ല. ഈ വണ്ടിയും കൊണ്ട് റോഡിൽ ഇറങ്ങി കഴിഞ്ഞാൽ പൊന്നു മോനെ 10 പേര് നമ്മൾ ഉറപ്പായിട്ട് നോക്കും. അപ്പൊ ഇതാണ് ഈ വണ്ടിയുടെ ഒരു മ്യൂസിക് സിസ്റ്റത്തിന്റെ ഒരു സൗണ്ട് ക്വാളിറ്റി എന്ന് പറയുന്നത്. ഹായ്, ഒരു ഹോണ്ട സിറ്റി നോക്കി നടക്കുന്നതാണോ നിങ്ങൾ? എന്നാൽ 2014 മോഡല് 1.14 ഓടിയ ഒരു സെക്കൻഡ് ഓണർ ഹോണ്ട സിറ്റി ഞങ്ങളുടെ കയ്യിൽ സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഈ വണ്ടിയുടെ ഫ്രണ്ട് സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ വേറെ സ്ക്രാച്ചസോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ഒരു എക്സ്ട്രാ ഫോഗ് ലാമ്പ് ഉണ്ട്, നോർമൽ ഒരു അഡീഷണൽ ലൈറ്റ് ഉണ്ട്. വേറെ മറ്റ് സ്ക്രാച്ചസോ കാര്യങ്ങളോ ഒന്നും ഈ വണ്ടിയുടെ ഫ്രണ്ടിൽ കാണാൻ നമുക്ക് പറ്റുന്നില്ല. ഇതിന്റെ 4 ടയറും ഏകദേശം എടുത്തു കഴിഞ്ഞാൽ 2000 കിലോമീറ്റർ മാത്രമേ കസ്റ്റമർ ഓടിയിട്ടുള്ളൂ. അതിനുശേഷമാണ് നമ്മുടെ കിട്ടിയേക്കുന്നത്. പിന്നെ അലോയ് വീലാണ് ഈ 4 ടയർ നമുക്ക് വരുന്നത്. ഈ വണ്ടിയുടെ അകത്തെ ഡിസൈൻ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒന്നാണ് ഗിയർ നോവ്. പിന്നെ സീറ്റ് കവർ അവർ അത്യാവശ്യം ബക്കറ്റ് സീറ്റ് മോഡലായിട്ട് തന്നെയാണ് ചെയ്തേക്കുന്നത്. പിന്നെ ഈ ഡിസ്പ്ലേ ഏരിയയിലോട്ട് വന്നു കഴിഞ്ഞാലും AC എല്ലാം കൺട്രോൾ ചെയ്യുന്ന എല്ലാം ടച്ച് സ്ക്രീൻ ആണ്. സ്റ്റിയറിംഗിലോട്ട് വന്നു കഴിഞ്ഞാൽ പോലും നമുക്ക് അത്യാവശ്യം കൺട്രോളുള്ള സ്റ്റിയറിംഗിൽ തന്നെ നമുക്കിത് കിട്ടുന്നതാണ് ഈ വണ്ടി. ഇന്റീരിയറിൽ തന്നെ മറ്റ് സ്ക്രാച്ചസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല കേട്ടോ. അതുപോലെ തന്നെ സ്പീഡോമീറ്ററിന്റെ പാനൽ വന്നു കഴിഞ്ഞാലും ആ 3 റൗണ്ടിൽ ഒരു ബ്ലൂ കളർ പാറ്റേൺ ആണ് കേട്ടോ ഉള്ളത്. നല്ല രസമുണ്ട് അത് കാണാൻ വേണ്ടി. പിന്നെ ഞാൻ വീഡിയോയിൽ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ വണ്ടി ഏകദേശം 1,14,234 കിലോമീറ്റർ ആണ് ഇപ്പോൾ ഏകദേശം ഓടിയിട്ടുള്ളത്. 4 വിൻഡോയും പവർ വിൻഡോ ആണ്. മ്യൂസിക് സിസ്റ്റത്തെ കുറിച്ച് നിങ്ങളോട് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതിന്റെ സൗണ്ട് കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്കൊന്ന് ചെക്ക് ചെയ്ത് കാണിച്ചു തരാം. ഒരുപാട് കേൾപ്പിക്കാനില്ല, കാരണം അറിയാലോ യൂട്യൂബിൽ ഇപ്പോൾ കോപ്പിറൈറ്റിന്റെ പ്രശ്നമുള്ളതുകൊണ്ട് നമുക്ക് ഒരുപാട് കേൾപ്പിക്കാൻ പറ്റത്തില്ല. ഞാൻ എന്നാൽ ജസ്റ്റ് ഇതിന്റെ സൗണ്ട് ക്വാളിറ്റി ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാവേ. അപ്പൊ ഇതാണ് ഈ വണ്ടിയുടെ ഒരു മ്യൂസിക് സിസ്റ്റത്തിന്റെ ഒരു സൗണ്ട് ക്വാളിറ്റി എന്ന് പറയുന്നത്. അടിപൊളി ക്വാളിറ്റിയാണ്. സൗണ്ട് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി സൗണ്ട് ക്വാളിറ്റിയാണ് ഈ വണ്ടിയുടെ സ്പീക്കേഴ്സിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. ഈ കേട്ട സൗണ്ട് ഇപ്പം മൊബൈലിൽ നിന്ന് നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് എത്രമാത്രം അത് ക്വാളിറ്റി ഉണ്ടെന്ന് നിങ്ങൾക്ക് വന്ന് ചെക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും കേട്ടോ. പക്ഷേ അടിപൊളി സൗണ്ടാണ്, നല്ല രസമുണ്ട് കേട്ടിരിക്കാൻ വേണ്ടി. പിന്നെ സ്പീക്കേഴ്സിന്റെ ആ ഒരു സൗണ്ട് ക്വാളിറ്റിയും നല്ല ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വണ്ടി എടുക്കാൻ താല്പര്യമുള്ളവർ വന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് എടുക്കുമ്പോൾ ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ, നിങ്ങൾക്ക് ധൈര്യമായിട്ട് വന്ന്. അതുപോലെ ഈ വണ്ടിയുടെ ബാക്ക് സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ പോലും ഒരു ഹാൻഡ് റെസ്റ്റ് ഉണ്ട്. വിത്ത് ഗ്ലാസ് അല്ലെ ബോട്ടിൽ എന്തെങ്കിലും നമുക്ക് ഇതിൽ ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ ഈ വണ്ടിയിൽ ബാക്കിൽ ഇരിക്കുന്നവർക്ക് AC കിട്ടില്ല എന്നൊരു ബുദ്ധിമുട്ട് വേണ്ട, കാരണം ബാക്കിൽ ഇരിക്കുന്നവർക്ക് AC കിട്ടാൻ വേണ്ടിയുള്ള പാനൽ ഇവിടെ അഡീഷണൽ ഉണ്ട്. ഇത് വണ്ടി തന്നെ ഉള്ളതാണ്. പിന്നെ ഫ്രണ്ടിൽ ഒരു ഹാൻഡ് റെസ്റ്റ് ഉണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾ ഈ യൂസ്ഡ് കാർ എടുക്കുന്നവർക്കുണ്ടല്ലോ, ഈ എഞ്ചിൻ റൂം ഒന്നും ആരും തുറന്ന് കാണിച്ചു തരികയില്ല. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവർക്കും പിന്നെ നമ്മുടെ വീഡിയോ കണ്ട് വണ്ടി എടുക്കാൻ വരുന്നവർക്കും ഞാൻ പ്രത്യേകിച്ച് ചോദിച്ച് നമ്മുടെ ഈ വണ്ടിയുടെ എഞ്ചിൻ റൂം നിങ്ങൾക്ക് തുറന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ വണ്ടിയുടെ എഞ്ചിൻ റൂം. അങ്ങനെ നമ്മുടെ വണ്ടിയുടെ എഞ്ചിൻ റൂമിലോട്ട് വരുമ്പം എഞ്ചിൻ തന്നെ IV ടെക്കിന്റെ 1.6 എഞ്ചിനാണ് വരുന്നത്. സെക്കൻഡ് വണ്ടി എടുക്കുന്നവർക്കറിയാം ഈ എഞ്ചിൻ റൂമിന്റെ വൃത്തിയൊക്കെ. ഇത് അത്യാവശ്യം നീറ്റ് ആയിട്ടുണ്ട് കേട്ടോ, നിങ്ങൾക്ക് ഈ വീഡിയോ കാണാൻ മനസ്സിലാവും. നല്ല നീറ്റ് എഞ്ചിൻ റൂമാണ് ഈ വണ്ടിയുടേത്. ഇനി നമുക്ക് ഈ വണ്ടിയുടെ ഡിക്കി സ്പേസ് നോക്കാം. എനിക്ക് തോന്നുന്നൊരു 450-500 ലിറ്റർ കപ്പാസിറ്റി ഉള്ളൊരു ഡിക്കി സ്പേസ് ആണ് ഈ വണ്ടിക്ക് വരുന്നത്. ഈ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കണം വണ്ടിയുടെ കളർ ഒരു മഞ്ഞ കളറാണ് ഈ വണ്ടിക്കുള്ളത്. ഇത് ഏകദേശം ചെയ്തിട്ട് ഈ വണ്ടിയുടെ കളർ ചേഞ്ച് ചെയ്തതും പിന്നെ അലോയ് വീൽ 4 കയറ്റിയതും ബാക്കി കസ്റ്റം വർക്കെല്ലാം ചെയ്ത് ഒരു 6 മാസം ആയിട്ടേ ഉള്ളൂ ഈ വണ്ടിയിൽ ഇതെല്ലാം സെറ്റ് ചെയ്തിട്ട്. നമ്മൾ ഈ വണ്ടിയും കൊണ്ട് റോഡിലോട്ട് ഒരു ടെസ്റ്റ് ഡ്രൈവിന് ഇറങ്ങിയേക്കുവാണ്. അപ്പോൾ വണ്ടിയിൽ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, പിന്നെ ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞിരുന്നില്ല. ഇതിന്റെ AC പാനൽ വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ടച്ച് സ്ക്രീൻ ആണ്. പിന്നെ ഈ വണ്ടി ഒരു ടോപ്പ് എൻഡ് വണ്ടിയാണ് കേട്ടോ. പിന്നെ വണ്ടി എടുക്കാൻ വരുന്നവർക്ക് എന്തായാലും ടെസ്റ്റ് ഡ്രൈവ് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഓടിച്ചു നോക്കാം. ഓടിച്ചു നോക്കിയിട്ട് നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് എടുക്കണമെങ്കിൽ എടുക്കാം. പക്ഷേ ഞാൻ ഓടിച്ചിട്ട് വണ്ടി നല്ല അടിപൊളി വണ്ടിയാണ്, സ്മൂത്ത് ആയിട്ട് ഓടിക്കാനൊക്കെ വരുന്നുണ്ട്. പിന്നെ വണ്ടിയുടെ ഇന്റീരിയർ കാര്യങ്ങളൊക്കെ നേരത്തെ ഓൾറെഡി ഞാൻ പറഞ്ഞു, അടിപൊളിയാണ്, കാണാനൊക്കെ ഒരു രസമുണ്ട്. ഈ വണ്ടിയും കൊണ്ട് റോഡിൽ ഇറങ്ങി കഴിഞ്ഞാൽ പൊന്നു മോനെ 10 പേര് നമ്മൾ ഉറപ്പായിട്ട് നോക്കും. അതാണ് ഈ വണ്ടിയും കൊണ്ട് റോഡിൽ ഇറങ്ങിയ പ്രത്യേകത. 1 ഹോണ്ട സിറ്റി, 2 ഇതിന്റെ കളർ, അത് ഉറപ്പാണ്. ഞാനിപ്പോൾ ഈ വണ്ടി ഓടിച്ച് റോഡിൽ കൂടി പോയപ്പോൾ ഒരു 3-4 പേര് ഈ വണ്ടിയിൽ തന്നെ നോക്കുന്നുണ്ട്. എന്നെയല്ല നോക്കുന്നത്, വണ്ടിയിൽ തന്നെ നോക്കുന്നുണ്ട്. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ, വണ്ടി ഓടിച്ച് റോഡിൽ കൂടി പോകുമ്പോൾ കാണുന്നവരെല്ലാം നമ്മുടെ വണ്ടി ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നെ ലുക്ക് മാത്രമല്ല, ഇതിന്റെ പെർഫോമൻസിന്റെ കാര്യത്തിലും ആള് പുലിയാണ് കേട്ടോ. വണ്ടി അതൊന്നും അറിയില്ല, നമ്മുടെ ഹോണ്ട സിറ്റിയാണ് വണ്ടി, പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. ഹോണ്ട വണ്ടികളെല്ലാം അടിപൊളിയാണ്, ഒന്നിനൊന്ന് മെച്ചമാണ് എല്ലാം, പ്രത്യേകിച്ച് ഹോണ്ട സിറ്റി. അങ്ങനെ നമ്മുടെ ഈ യെല്ലോ ജെറ്റ് ഹോണ്ട സിറ്റി
ഇപ്പം നമ്മുടെ സെയിലിനായിട്ട് വന്നിരിക്കുന്നത് 5:35 നമ്മളിത് സെയിലിനായിട്ട് കൊടുക്കുന്നത്. പിന്നെ ചെറിയ ഇതിൽ നെഗോഷ്യബിൾ ആണ്. പിന്നെ ഇതിന് ഡൗൺ പേയ്മെൻറ്റ് വരുന്നത് 1.5 തൊട്ടാണ് ഡൗൺ പേയ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ സിവിൽ സ്കോർ ആളുടെ പ്രൊഫൈൽ അനുസരിച്ച് അതിൽ ചെറിയ വ്യത്യാസങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ മഞ്ഞ യെല്ലോ ജെറ്റ് നിങ്ങളുടെ വീട്ടുമുറ്റത്തിൽ കിടക്കണമെങ്കിൽ ഇപ്പം തന്നെ താഴെ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് ഉടനെ നിങ്ങൾ ബുക്ക് ചെയ്തോ. അപ്പോൾ അടുത്ത് ഇതുപോലെ തന്നെ അടിപൊളി ഒരു കാറിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് വരുന്നതായിരിക്കും. പിന്നെ നിങ്ങളുടെ കാർ കൊടുക്കാനുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിലുള്ള നമ്മുടെ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് കാണാം.